ഞാൻ പറഞ്ഞു നാളെ രാവിലെ 3 മണിക്ക് വിളിക്കും, നാളെ നമ്മളൊരു അമ്പലത്തിൽ പോവുകയാണ്, ദൂരെയുള്ള അമ്പലമില്ലേ അവിടെ നാളെയാണ് പോണത്. അപ്പോൾ രാവിലെ ഞാൻ വന്ന് വിളിക്കുമ്പോൾ ചാടിയൊന്നും എണീക്കരുത്, പതിയെ എണീറ്റാൽ മതി എന്ന് പറഞ്ഞു. എന്നും പറയുന്ന ശീലമാണ്, പക്ഷേ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. എത്ര പറഞ്ഞിട്ടാണെങ്കിലും വിളിക്കുമ്പോൾ ഞൊട്ടി എണീക്കും. അത് കാണുമ്പോൾ നമ്മളും പേടിച്ചു. അങ്ങനെ എണീക്കാൻ പാടില്ല എന്നല്ലേ കേട്ടിട്ടുള്ളത്. പക്ഷേ ഷോബൂസിൻ്റെ കാര്യത്തിൽ അത് യാതൊരു കാര്യവുമില്ല. നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞ് കാമായിട്ട് ഉറക്കിയാലും നമ്മളൊന്ന് തട്ടി വിളിച്ചാൽ ഞെട്ടി എണീക്കുള്ളൂ. ഈവൻ ഒരു കൊച്ചങ്ങി വീണ സൗണ്ട് ഇട്ടാലും ഞെട്ടി എണീക്കുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പറഞ്ഞിട്ട് കിടക്കാനായിട്ട് പോയി. നേരത്തെ കിടക്കണമല്ലോ, വെളുപ്പിന് എണീക്കേണ്ടതല്ലേ. 9:30 ആയി. ഞാനൊന്ന് വെള്ളം കുടിക്കാൻ ലൈറ്റ് ഇട്ടപ്പോൾ ഓടി വരിക. പെണ്ണേ ഞാൻ പല്ലിയേക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ മണി 9:30 ആയുള്ളൂ, നിങ്ങൾ പോയി കിടാ, ഞാൻ 3 മണിയാകുമ്പോൾ വിളിക്കാം. ഇല്ല നീ എന്നെ പറ്റിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് രാത്രി 9:30 കിടന്ന് വിളിച്ചു പൊടിച്ചു. എന്തോ ബഹളമായിരുന്നു. പാവം ഭഗവാനെ, അങ്ങേ കാണാൻ വരാനായിട്ട് എന്തുമാത്രം ശോഭനാമ്മ സന്തോഷിച്ചെന്നറിയോ. എല്ലാ അനുഗ്രഹവും ഉണ്ടാവണേ.